എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10th ക്ലാസ്സിലെ ഹിന്ദി NCERT സ്പർശ് എന്ന ബുക്കിലെ ഗദ്യത്തിലെ സെക്കൻഡ് ചാപ്റ്ററാണ്. ഡയറി കാ പന്ന എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇത് എഴുതിയിരിക്കുന്നത് സീതാറാം സേക്സറിയ ആണ്. പാഠ് പ്രവേശ് നോക്കാം ആദ്യം. അതിൽ തന്നെ പാഠത്തിനെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ആണ്, അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. पाठ प्रवेश। अंग्रेज़ों से देश को मुक्ति दिलाने के लिए महात्मा गांधी ने सत्याग्रह आंदोलन छेड़ा था. ബ്രിട്ടീഷുകാരിൽ നിന്ന് ദേശത്തിനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് മഹാത്മാഗാന്ധി സത്യാഗ്രഹം തുടങ്ങിയിരുന്നു. സത്യാഗ്രഹ ആന്തോളൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിപ്ലവം, മൂവ്മെൻറ്റ് എന്നൊക്കെ പറയാം. അത് തുടങ്ങിയിരുന്നു. ഇസ് ആന്തോളൻ ने जनता में आज़ादी की अलग जगाई. ഈ ആന്തോളൻ, ഈ മൂവ്മെൻറ്റ് ജനങ്ങൾ ആസാദി അലഗ് ജഗായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീഡത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉണർവ് കൊടുത്തു. അലഗ് ജഗാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു വേക്കപ്പ്, ജാഗരൂകത ഫൈലാന അല്ലെങ്കിൽ ജഗാദിയ, ജഗാന എന്നൊക്കെ പറയാം. देश भर से ऐसे लाखों लोग सामने आए जो इस महासंग्राम में अपना सर्वस्व न्योछावर करने को तत्पर थे. ദേശ് ബർസെ, ലോകത്തിലെമ്പാടും നിന്ന്, എല്ലാവിടെ നിന്ന് ലാഖോ ലോക, ലക്ഷക്കണക്കിന് ആൾക്കാർ മുന്നോട്ട് വന്നു. ജോ ഇസ് മഹാസംഗ്രാമേ, അവരെല്ലാവരും ഈ മഹാസംഗ്രാമിൽ പങ്കെടുക്കാൻ അപ്ന സർവസ്വ ന്യോച്ചാവർ കർണേക്കോ, ന്യോച്ചാവർ കർണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാക്രിഫൈസ് ചെയ്യുക, ത്യാഗ് കർണ, അവരുടെ എല്ലാം സർവസ്വം ത്യജിക്കാൻ വേണ്ടിയിട്ട് ത്യാഗം ചെയ്യാൻ തയ്യാറായിട്ട് വന്നിരുന്നു. 26 जनवरी 1930 को गुलाम भारत में पहली बार स्वतंत्रता दिवस मनाया गया था. 26 जनवരി 1930 ഗുലാം ഭാരത് മേ പറഞ്ഞ, ഗുലാം എന്ന് വെച്ചാൽ സ്ലേവ്, നമ്മൾ അവരുടെ ബ്രിട്ടീഷുകാരുടെ സ്ലേവ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഭാരതത്തിൽ പെഹ്ലി ബാർ, ആദ്യമായിട്ട് സ്വതന്ത്രതാ ദിവസ് മനായ ഗയ, സ്വതന്ത്രതാ ദിവസ് അഥവാ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തു. പറഞ്ഞാൽ നമുക്കപ്പോൾ കിട്ടിയിട്ടില്ല അല്ലേ, നമുക്ക് എപ്പോഴാണ് 15 ഓഗസ്റ്റ് 1947 കിട്ടിയത്. ഇത് അതിന് കുറേ വർഷങ്ങൾ മുമ്പ്, ഏകദേശം 17 ഇയേഴ്സ് മുമ്പ് 26 ജനുവരി 1930 ആദ്യമായിട്ട് സ്വതന്ത്രതാ ദിവസമായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. യഹ് സിൽസില ആകെ ബി ജാരി രഹ. അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഈ കാര്യം പിന്നെയും മുന്നോട്ട് കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരുന്നു. आज़ादी के 2.5 साल बाद 1950 में यही दिन हमारे अपने गणतंत्र के लागू होने का दिन भी था. അത് കഴിഞ്ഞിട്ട് 2.5 साल बाद, 2.5 വർഷം കഴിഞ്ഞതിന് ശേഷം 1950 യഹി ദിൻ, ഈ ദിവസം തന്നെ പറഞ്ഞ 26 ജനുവരി ദിവസം തന്നെ 1950 ഹമാരെ അപ്നെ ഗണതന്ത്രക്ക്, നമ്മളുടെ ഗണതന്ത്ര അഥവാ റിപ്പബ്ലിക് ആയത്, അതും ലാഗു ഹോനേക്ക ദിൻ ബി ത, റിപ്പബ്ലിക് നടപ്പിലാക്കിയത്, ലാഗു ഹോന എന്ന് വെച്ചാൽ നടപ്പാക്കുക, നടപ്പാക്കിയ ദിവസവും ആണ്. प्रस्तुत पाठ के लेखक सीताराम सेक्सरिया आज़ादी की कामना करने वाले उन्हीं अनंत लोगों में से एक थे. ഈ പാഠത്തിൻ്റെ ലേഖകനായിട്ടുള്ള സീതാറാം സേക്സറിയ ആസാദിക്ക് കാമന കർണേ വാലെ, നമ്മൾ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് പറഞ്ഞ പരിശ്രമിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹിക്കുന്ന ആ അനന്ത് ലോകോമേ, അനന്തമായിട്ടുള്ള പറഞ്ഞ കുറേയധികം ആൾക്കാരിൽ ഒരാളായിരുന്നു. वह दिन प्रतिदिन जो भी देखते, सुनते और महसूस करते थे उसे अपनी निजी डायरी में दर्ज कर लेते थे. അദ്ദേഹം ദിൻ പ്രതിദിൻ, ഡേ ബൈ ഡേ എന്തൊക്കെ കാണുന്നുവോ കേൾക്കുന്നുവോ, മെഹസൂസ് കർത്തെ ഫീൽ ചെയ്യുന്നുവോ അതെല്ലാം തൻ്റെ ഡയറിയിൽ കുറിച്ചിടുമായിരുന്നു, എഴുതിയിടുമായിരുന്നു. യഹ് ക്രം കൈ വർഷവും തക് ചല. ഇതേപോലെ കുറേ വർഷങ്ങൾ നടന്നു, കുറേ വർഷങ്ങൾ അദ്ദേഹം തൻ്റെ ഡയറി ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു എല്ലാം. ഇസ് പാഠ് മേ ഉൻകി ഡയറി കാ 26 जनवरी 1931 का लेखा जोखा है. ലേഖാജോക്ക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് അഥവാ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്, അല്ലെങ്കിൽ ഹിന്ദിയിൽ ഹിസാബ് കിതാബ് എന്നൊക്കെ പറയും, കണക്ക്. പക്ഷേ ഇവിടെ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്, 26 ജനുവരി 1931 ആ പർട്ടിക്കുലർ ഡേ നടന്ന സംഭവങ്ങളെ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞാൽ ഈ പാഠത്തിൽ അദ്ദേഹം 26 ജനുവരി 1931 എന്തൊക്കെയാണോ സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്നത്, അതിനെയാണ് നമുക്കിവിടെ പാഠമായിട്ട് തന്നിരിക്കുന്നത്. ഡയറി കാ പന്ന, അതിൻ്റെ അർത്ഥം ഡയറിയുടെ ഒരു പേജ്. नेताजी सुभाष चंद्र बोस और स्वयं लेखक सहित कोलकाता के लोगों ने देश का दूसरा स्वतंत्रता दिवस, നേതാജി സുഭാഷ് ചന്ദ്ര ബോസും പിന്നെ സ്വയം ലേഖകൻ, അതായത് നമ്മുടെ ലേഖകൻ സീതാറാം സേക്സറിയ, അദ്ദേഹവും കൂടി കൽക്കത്ത അഥവാ കോൽക്കത്ത അവിടുത്തെ ലോഗോനെ ദേശ് കാ ദൂസറ സ്വതന്ത്ര ദിവസ്, പിന്നെ അവിടുത്തെ ജനങ്ങളും കൊൽക്കത്തയിലെ ജനങ്ങളും എല്ലാവരും കൂടിയിട്ട് നമ്മളുടെ ദേശത്തിൻ്റെ രണ്ടാമത്തെ സ്വതന്ത്രതാ ദിവസ് ഇൻഡിപെൻഡൻസ് ഡേ കിസ് ജോഷ് ഖരോഷ് സെ മനായ,
എത്ര ജോഷ് കരോഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഗ്രാൻഡായിട്ട് ഉത്സാഹത്തോടു കൂടി എന്ന് പറയാം, അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു. ജോഷ് കരോഷ് എന്ന് വെച്ചാൽ അത്യധിക് ഉത്സാഹസേ അല്ലെങ്കിൽ ആവേശസേ എന്നൊക്കെ പറയാം, അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു. അംഗ്രേസ് പ്രശാസകോനെ ഇസെ ഉൻകാ അപരാധ് മാനത്തെ ഹുए ഉൻ पर और विशेषकर महिला कार्यकर्ताओं पर कैसे कैसे जुल्म ढाए. പിന്നെ അംഗ്രേസ് പ്രശാസകോനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് അവരെന്താ ചെയ്തത്, ഇവർ സ്വതന്ത്ര ദിവസ് സെലിബ്രേറ്റ് ചെയ്തതിനെ ഉൻക അപരാധ് മാനത്തെ ഹുए, അത് അവർ ചെയ്ത ഒരു വലിയ തെറ്റായി എടുത്തിട്ട്, അപരാധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെറ്റായി എടുത്തിട്ട്, ഉൻപർ ഓർ വിശേഷകർ മഹിളാ കാര്യകർത്താവും പർ, ആ ജനങ്ങളുടെ മേലെയും പിന്നെ മഹിളാ കാര്യകർത്താവും സ്ത്രീകളായിട്ടുള്ള പ്രവർത്തകരുടെ മേലെയും കേസെ കേസെ ജുൽമ് ഢായേ, ജുൽമ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രൈംസ് അഥവാ അത്യാചാർ കർണ, പീഡിത് കർണ എന്നൊക്കെ പറയാം, ടോർച്ചർ ചെയ്യുക, അവരെ ഒരുപാട് ടോർച്ചർ ചെയ്തു. യഹി സബ് ഇസ് പാഠ് മേ വർണ്ണിത് ഹെ, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ പാഠത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. പാഠ ഹമാരെ ക്രാന്തികാരിയോं की കുർബാനിയോं की याद तो दिलाती ही है, ഈ പാഠം നമ്മളുടെ ക്രാന്തികാരികൾ, നമ്മളുടെ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ കുർബാനിയാണ് പറഞ്ഞാൽ അവരുടെ സാക്രിഫൈസ്, അതിനെ നമ്മൾക്ക് ഓർമ്മപ്പെടുത്തുന്നത് മാത്രമല്ല, സാത്ത് ഹി അതിൻ്റെ കൂടെ യഹ് ബി ഉജാഗർ കർത്താ ഹെ, ഉജാഗർ കർണ എന്ന് വെച്ചാൽ എക്സ്പോസ് ചെയ്യുക പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി തരാം, कि एक संगठित समाज कृत संकल्प हो तो ऐसा कुछ भी नहीं जो वह न कर सके. സംഘടിത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, യൂണിഫൈഡ്, യൂണിറ്റി, ഒത്തൊരുമ എന്ന് പറയാം. സമാജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമാജം തന്നെയാണ്, സൊസൈറ്റി, സമൂഹം. കൃതസങ്കല്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിറ്റർമൈൻഡ്, നമ്മൾ ദൃഢപ്രതിജ്ഞ എന്നൊക്കെ പറയാം മലയാളത്തിൽ. അപ്പോൾ ഒരു സംഘടിതമായിട്ടുള്ള നല്ല ഒത്തൊരുമയുള്ള ഒരു സമൂഹം, ഒരു സൊസൈറ്റിയുടെ ദൃഢപ്രതിജ്ഞ ഉണ്ടെങ്കിൽ അവർ ചെയ്യാൻ പറ്റാത്തതായിട്ട് വേറെ ഒന്നുമില്ല. ഇനി ചാപ്റ്റർ തുടങ്ങാം. ഡയറി കാ ഏക് പന്ന, ഡയറിയിലെ ഒരു പേജ്. അത് ഏത് ദിവസത്തെയാണ്? 26 ജനുവരി 1931 ആ ദിവസം എഴുതിയ ഒരു പേജ് ആണ് നമുക്കിവിടെ പാഠമായിട്ട് തന്നിരിക്കുന്നത്. 26 ജനുവരി ആജ് കാ ദിൻ തോ അമർ ദിൻ ഹെ, ഇന്നത്തെ ദിവസം അമർ ആയിട്ടുള്ള ദിവസമാണ്. അതിൻ്റെ അർത്ഥം എന്നും ഓർമ്മിക്കപ്പെടുന്ന, അൺഡൈയിങ്, ഒരിക്കലും മരിക്കാത്ത. അതിൻ്റെ അർത്ഥം ജിസെ ഹമേഷ യാദ് രഖാ ജായേഗ, എന്നും ഓർമ്മിക്കേണ്ട ഒരു ദിവസമാണ്. ആജ് കെ ഹി ദിൻ സാരെ ഹിന്ദുസ്ഥാൻ മേ സ്വതന്ത്രതാ ദിവസ് മനായ ഗയാ താ, ഇന്നത്തെ ദിവസമാണ് മുഴുവൻ ഹിന്ദുസ്ഥാനിലും സ്വതന്ത്രതാ ദിവസമായിട്ട്, ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓർ ഈസ് വർഷ് ബി ഉസ്കി പുനരാവൃത്തി തീ, ഈ വർഷവും അതിൻ്റെ പുനരാവൃത്തി, റിപ്പിറ്റീഷൻ ആയിരുന്നു. ആവർത്തിച്ച് പുനരാവൃത്തി എന്ന് വെച്ചാൽ വീണ്ടും. ജിസ്കെ ലിയെ കാഫി തയ്യാറിയാ പെഹലെ സെ കീ ഗയി थी, അതിന് വേണ്ടിയിട്ട് ഒരുപാട് തയ്യാറെടുപ്പുകൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഗത് വർഷ അപ്നാ ഹിസ്സ ബഹുത് സാധാരണ था, ഗത് വർഷ ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം, അതായത് 1930 എൻ്റെ അപ്ന എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്വന്തം തന്നെയാണ്. തൻ്റെ പാർട്ടിസിപ്പേഷൻ സാധാരണമായിരുന്നു, ഒരുപാട് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇസ് വർഷ ജിത്തന അപ്നെ ദേ സക്തേ थे दिया था, ഈ വർഷം എനിക്ക് എത്ര കൊടുക്കാൻ പറ്റുമോ അത് കൊടുത്തു. കേവൽ പ്രചാർ മേ 2000 രൂപ ഖർച്ച് കിയാ ഗയാ താ, പ്രചാരത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് തന്നെ 2000 റുപ്പീസ്, 2000 രൂപ കൊടുത്തിരുന്നു. 2000 രൂപ എന്നൊക്കെ വെച്ചാൽ അന്നത്തെ കാലത്ത് വളരെ വലിയ എമൗണ്ടാണ് അല്ലേ, അതുകൊണ്ടാണ് അതങ്ങനെ എടുത്തു പറയുന്നത്. സാരെ കാം കാ ഭാർ അപ്നെ സമസ്തേ ഥേ അപ്നെ ഊപ്പർ ഹെ, മുഴുവൻ പണിയുടെ ഭാരവും, ഭാർ എന്ന് വെച്ചാൽ ഭാരം തന്നെയാണ് പറഞ്ഞാൽ, ആ റെസ്പോൺസിബിലിറ്റി അപ്നെ സമസ്തേ ഥേ, പിന്നെ തൻ്റേതായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു, മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എല്ലാവരും അവരവരുടെ റെസ്പോൺസിബിലിറ്റീസ് മനസ്സിലാക്കിയിരുന്നു, ലേഖകനും അതുപോലെ തന്നെ. അപ്നെ ഊപ്പർ ഹെ, എൻ്റെ മേലെയാണ്, എനിക്കിത് ചെയ്യണം എന്ന് മനസ്സിലാക്കിയിരുന്നു. ഓർ ഇസി തര ജോ കാര്യകർത്താ थे उनके घर जा जाकर समझाया था, അതുപോലെ വർക്കേഴ്സും വീടുകളിൽ പോയി മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു, ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. അതിൻ്റെ അർത്ഥം അവെയർനെസ്, സ്പ്രെഡിങ് അവെയർനെസ്. ബഡേ ബജാർ കെ പ്രായഹ മക്കാനോ പർ രാഷ്ട്രീയ ജണ്ട ഫെഹറാ രഹാ താ, ബഡേ ബജാർ ഒരു മാർക്കറ്റ് അതിനെ പറ്റിയിട്ടാണ് ലേഖകൻ പറയുന്നത്. അവിടെ എല്ലാ ബിൽഡിങ്ങുകളിലും, ഏകദേശം എല്ലാ വീടുകളിലും രാഷ്ട്രീയ ജണ്ട ഫെഹറാ രഹാ താ, നമ്മളുടെ നാഷണൽ ഫ്ലാഗ് വെച്ചിട്ടുണ്ടായിരുന്നു. ഓർ കൈ മക്കാൻ തോ ऐसे സജായെ ഗയേ थे कि ऐसा मालूम होता था, പിന്നെ കുറേ ബിൽഡിങ്ങുകളൊക്കെ ഒരുപാട് ഡെക്കറേറ്റ് ചെയ്ത്
ചെയ്തിട്ടുണ്ടായിരുന്നു. സജാന എന്ന് വെച്ചാൽ ഡെക്കറേറ്റ് ചെയ്യുക. ऐसा मालूम होता था എങ്ങനെ തോന്നുമായിരുന്നു എന്ന് വെച്ചാൽ മാനോ സ്വതന്ത്രത മിൽ ഗൈ ഹോ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പോലെ തന്നെ തോന്നുമായിരുന്നു, അതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കൽക്കത്തയ്ക്ക് പ്രത്യേക ഭാഗമേ ഹി ജണ്ടേ ലഗായ ഗയേ थे, കൽക്കത്തയിലെ ഓരോ ഭാഗത്തും, പ്രത്യേക ഭാഗം എന്ന് വെച്ചാൽ ഈച്ച് ആൻഡ് എവറി എന്ന് പറയാം, ഹറേക്ക് എന്ന് പറയാം, ഓരോ ഭാഗത്തും ഫ്ലാഗ് വെച്ചിട്ടുണ്ടായിരുന്നു. ജിസ് രാസ്തേ സെ മനുഷ്യ ജാത്തേ थे, ഏത് വഴിയിൽ കൂടിയിട്ടാണോ ജനങ്ങൾ സഞ്ചരിക്കുന്നുണ്ടായിരുന്നത്, ഉസി രാസ്തേ മേ ഉത്സാഹ ഔർ നവീനത മാലൂം ഹോത്തി തി, ആ വഴിയിലെല്ലാം വളരെ ഉത്സാഹമായിട്ടും പിന്നെ നവീനത, ഒരു പുതുതായിട്ടും എല്ലാവർക്കും തോന്നി തുടങ്ങി. പുതുമ എന്താണ് പറയാൻ കാരണം ബ്രിട്ടീഷേഴ്സ് അല്ലാതെ നമുക്ക് നമ്മളുടെ ഫ്ലാഗ് വെച്ചിട്ടുള്ളത് അല്ലേ, അതാണ് പറയുന്നത്. ലോഗോं का कहना था कि ऐसी सजावट പെഹലെ നഹി ഹുയി, ജനങ്ങൾ എന്താ പറയുന്നുണ്ടായിരുന്നത്, ഇതുപോലെയുള്ള ഒരു ഡെക്കറേഷൻ ഇതിൻ്റെ മുമ്പേ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതിൻ്റെ അർത്ഥം 1930 സെലിബ്രേറ്റ് ചെയ്തു, ഇപ്പോൾ 31 അല്ലേ, അപ്പോൾ ഈ 31 ഇനിയും കൂടുതൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. പോലീസ് ബി അപ്നി പൂരി താക്കത്ത് സെ ഷഹർ മേ ഗസ്ത് ദേക്കർ പ്രദർശൻ കർ രഹി തി, പോലീസും പൂരി താക്കത്ത് സെ നല്ല മുഴുവനും ശക്തി ഉപയോഗിച്ചുകൊണ്ട് ആ സിറ്റിയിൽ ഗസ്ത് കർണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്രോളിങ്, പെഹരേദാരി, അവിടെ എല്ലാം കറങ്ങി നടക്കില്ലേ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ അവിടെ എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പറഞ്ഞാൽ എന്താണ്, ഇവർ ഇന്ത്യൻസ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നതിനെ എങ്ങനെയെങ്കിലുമൊക്കെ അതിനെയൊക്കെ തടുത്ത് നിർത്തണം അല്ലേ, അതൊന്നും ഇല്ലാതാക്കണം അതിന് വേണ്ടിയിട്ട്. മോട്ടോർ ലോറിയോ മേ ഘോർ കെ തഥാ സർജൻറ്റ് പ്രത്യേക മോഡ് പർ തേനാത് थे, പിന്നെ മോട്ടോർ ലോറിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടികളിൽ ഗോർക്കെ എന്ന് വെച്ചാൽ വാച്ച്മാനോ, പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ സർജൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർമിയിലെ ചില ഡെസിഗ്നേഷന് പറയുന്നതാണ്. അപ്പോൾ അങ്ങനത്തുള്ള ആൾക്കാരൊക്കെ പ്രത്യേക മോഡ് പറഞ്ഞാൽ ഓരോ ടേണിങ് വരുന്നവിടെയും തേനാത്തേ, അവരവിടെ പ്രസൻ്റ് ആയിരുന്നു, അവരവിടെ ഉണ്ടായിരുന്നു, ഡിപ്ലോയിഡ് അഥവാ. കിത്നി ഹി ലോറിയ ഷഹർ മേ ഗുമായി ജാ രഹി തി, എത്രയോ ലോറികൾ അവിടെ എല്ലാം കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു, പറഞ്ഞാൽ ഇതെല്ലാം നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഗുഡ് സവാരോ കാ പ്രബന്ധ ഥ, പിന്നെ ഗുഡ് സവാർ ഹോഴ്സ് റൈഡേഴ്സ് അവരും ഉണ്ടായിരുന്നു, അതും ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. കഹീം ബി ട്രാഫിക് പോലീസ് നഹി തി, ട്രാഫിക് പോലീസ് ഒരെവിടെയും ഉണ്ടായിരുന്നില്ല. സാരി പോലീസ് കോ ഇസി കാമേ ലഗായ ഗയാ ത, എല്ലാ പോലീസിനെയും ഈ വർക്കിലൊക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബഡേ ബഡേ പാർക്കോ തഥാ മൈതാനോ കോ പോലീസിനെ സവേരെ സെ ഹി ഘേർ ലിയാ ത, വലിയ പാർക്കുകളും മൈതാനങ്ങളും പോലീസ് രാവിലെ തൊട്ടിട്ട് തന്നെ ഘേർ ലിയാ ത, പറഞ്ഞാൽ അതെല്ലാം വളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. घेरना എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളയുക. മോന്യൂമെൻറ്റ് കെ നീച്ചെ ജഹാ ഷാം കോ സഭ ഹോനെ വാലി തി, ആ മോന്യൂമെൻറ്റിൻ്റെ താഴെയായിട്ട് എവിടെയാണോ അവർ മീറ്റ് ചെയ്യാൻ അവരുടെ മീറ്റിംഗ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്, സഭ ഹോനെ വാലി തി, എവിടെയാണോ ആ സഭ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്, ഉസ് ജഗാ കോ തോ, ആ സ്ഥലത്തിനെ ഭോർ മേ 6 ബജെ സെ ഹി പോലീസിനെ ബഡി സംഖ്യ മേ ഘേർ ലിയാ ത, ഭോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിരാവിലെ, വളരെ ഏർലി മോർണിംഗ്, അതിരാവിലെ 6 ബജെ സെ 6 മണി തൊട്ട് തന്നെ പോലീസ് ബഡി സംഖ്യാമേ കുറേയധികം പോലീസ് വളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. पर तब भी कई जगह तो भोर में ही झंडा फहराया गया, എന്നാലും പോലീസ് അവിടെ എല്ലാം വളഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവിടെയും കുറേ സ്ഥലങ്ങളിലൊക്കെ എന്താണ് ഭോർ മേഹി, ആ അതിരാവിലെ തന്നെ ജണ്ട ഫെഹരായ ഗയ, നമ്മളുടെ നാഷണൽ ഫ്ലാഗ് അവിടെയെല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. श्रद्धानंद पार्क में बंगाल प्रांतीय विद्यार्थी संघ के मंत्री अविनाश बाबू ने झंडा गाड़ा तो पुलिस ने उनको, ശ്രദ്ധാനന്ദ് പാർക്ക് അതൊരു പാർക്കിൻ്റെ പേരാണ്. ആ ശ്രദ്ധാനന്ദ് പാർക്കിൽ ബംഗാൾ പ്രാന്തീയ വിദ്യാർത്ഥി സംഘ് ബംഗാൾ പ്രാന്തീയ വിദ്യാർത്ഥി എന്ന് വെച്ചാൽ അതൊരു അസോസിയേഷൻ്റെ പേരാണ്, വിദ്യാർത്ഥികളുടെ ഒരു അസോസിയേഷൻ്റെ, അതിൻ്റെ മന്ത്രി അവിനാഷ് ബാബു എന്നയാൾ ജണ്ട ഗാഡാത്തോ, അവിടെ ഫ്ലാഗ് വെച്ചു. ഗാർഡന എന്ന് വെച്ചാൽ അങ്ങനെ കുഴിച്ചിടുക, അതിൻ്റെ അർത്ഥം കുഴിച്ച് അതവിടെ ഫിക്സ് ചെയ്യുക. അങ്ങനെ ചെയ്ത സമയത്ത് പോലീസിനെ ഉൻകോ പക്കഡ് ലിയ, പോലീസ് അദ്ദേഹത്തിനെ പിടിച്ചു. തഥാ ഓർ ലോഗോ കോ മാരാ യാ ഹട്ടാ ദിയ, പിന്നെന്താണ് അവിടെയുള്ള ആൾക്കാരെല്ലാം അടിച്ചു, പിന്നെ അവരെല്ലാം അവിടെ നിന്ന് മാറ്റിവിട്ടു. അതിൻ്റെ അർത്ഥം എന്താണ്, അവിടെ ആ സ്മാരകത്തിൻ്റെ താഴെ അവരെല്ലാവരും ഒരുമിക്കാൻ നിൽക്കുകയായിരുന്നു അല്ലേ, സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതും അവരെല്ലാം അവിടെ നിന്ന് മാറ്റിവിടുന്നതും. താരാസുന്ദരി പാർക്ക് മേ ബഡാ ബജാർ कांग्रेस कमेटी के युद्ध मंत्री हरिचंद्र सिंह झंडा फहराने गए
पर वे भीतर न जा सके. ഇതേപോലെ തന്നെ ഇവിടെ സംഭവിച്ച അതേപോലെ തന്നെ താരാസുന്ദരി പാർക്കിലും ബഡാ ബജാർ കോൺഗ്രസ് കമ്മിറ്റിയുടെ യുദ്ധമന്ത്രി ആയിട്ടുള്ള ഹരിചന്ദ്ര സിംഗ് അവിടെ ഫ്ലാഗ് പിന്നെ വെക്കാൻ വേണ്ടിയിട്ട് അവരതിൻ്റെ അകത്ത് കടക്കാൻ പോയി. പക്ഷെ കടക്കാൻ പറ്റിയില്ല. ഭീതർ ന ജാ സക്കെ, അതിൻ്റെ അകത്ത് കടക്കാൻ പറ്റിയില്ല, ആ പാർക്കിൻ്റെ അകത്ത്. വഹാ പർ കാഫി മാർപീട്ട് ഹുയി, അവിടെ ഒരുപാട് അടിയും ലഹളയെല്ലാം ഉണ്ടായി. പിന്നെ 2-4 ആദ്മിയോ കെ സർ ഫട്ട് ഗയെ, 3-4 ആൾക്കാരുടെ എല്ലാം തല പൊട്ടിപ്പോയി. ഗുജറാത്തി സേവിക സംഘ് की ओर से जुलूस निकला और जिसमें बहुत सी लड़कियां थी उनको गिरफ्तार कर लिया. ഗുജറാത്തി സേവിക സംഘ്, അവരുടെ ഗുജറാത്തി സേവിക ആൾക്കാരുടെ ഒരു അസോസിയേഷനാണ് സംഘ്, ഒരു യൂണിയൻ. അവരുടെ ഒരു ജുലൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊസഷൻ ഉണ്ടായിരുന്നു. അതിൽ കുറേ അധികം പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. ഉൻകോ ഗിരഫ്താർ കർ ലിയ, അവരെ എല്ലാവരും അറസ്റ്റ് ചെയ്തു. 11 बजे മാർവാടി ബാലിക വിദ്യാലയ की लड़कियों ने अपने विद्यालय में ജണ്ടോത്സവ് മനായ. പിന്നെ 11 മണിക്ക് മാർവാടി ബാലിക വിദ്യാലയ എന്ന് പറഞ്ഞ ആ സ്കൂളിലെ ലड़कियों ഗേൾസ് അപ്നെ വിദ്യാലയം അവരുടെ സ്കൂളിൽ അവർ ജണ്ടോത്സവമായിട്ട് അവർ സെലിബ്രേറ്റ് ചെയ്തു. ജാനകി ദേവി മദാലസ ബജാജ് നാരായൺ ആദി ബി ഗയി തി. അപ്പോൾ ഈ പറയുന്ന ആൾക്കാരെല്ലാം അതിൽ ഉൾപ്പെടുന്നു, പറഞ്ഞാൽ അവരും എല്ലാം ഉണ്ടായിരുന്നു അവിടെ. ലഡ്കിയോങ്കോ ഉത്സവ് കാ ക്യാ മത്ലബ് ഹെ സംജായ ഗയ, എന്നിട്ട് ആ പെൺകുട്ടികൾക്ക് ഈ ഉത്സവത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുത്തു. പറഞ്ഞാൽ അവർക്കെല്ലാം അവെയർനെസ് കൊടുക്കുക, പറഞ്ഞാൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. ഏക് ബാർ മോട്ടർ മേ ബൈഠ് കർ സബ് തരഹ ഘൂം കർ ദേഖാ തോ ബഹുത് അച്ഛാ മാലൂം ഹോ രഹാ താ. പിന്നെ എന്താണ് ലേഖകൻ പറയുന്നത്, ഒരു പ്രാവശ്യം വണ്ടിയിൽ കയറി അവിടെ എല്ലാം കറങ്ങി നോക്കിയ സമയത്ത് ബഹുത് അച്ഛാ മാലൂം ഹോ രഹാ താ, എല്ലാം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു, വളരെ നന്നായി തോന്നുന്നുണ്ടായിരുന്നു. പറഞ്ഞാൽ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യണമല്ലേ, ഓരോരോ സ്ഥലത്തും അവർ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം നന്നായിട്ടുണ്ടായിരുന്നു കാണാൻ എന്നാണ് പറയുന്നത്. ജഗ ഫോട്ടോ ഉത്തർ രഹേത്തെ, അവിടെയും ഇവിടെയുമായിട്ട് ഓരോ സ്ഥലങ്ങളിലും ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പനെ ബി ഫോട്ടോ കാ കാഫി പ്രബന്ധ കിയാ ഥാ. അപ്പം ലേഖകൻ്റെ ആൾക്കാരും കൂട്ടുകാരും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള ഒരുപാട് ഏർപ്പാട്, അതിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 2-3 ബജെ കൈ ആദ്മിയോ കോ പക്കഡ് ലിയാ ഗയ. അങ്ങനെ രാവിലെ തൊട്ട് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻഡിപെൻഡൻസ് ഡേ. അങ്ങനെ 2-3 മണിയായ സമയത്ത് 2-3 ബജെ 2-3 മണിയായ സമയത്ത് കൈ ആദ്മിയോ കോ പക്കഡ് ലിയാ ഗയ, കുറേ ആൾക്കാരെ പിടിച്ചു കൊണ്ടുപോയി. ജിസ്മേ മുഖ്യ പൂർണോദാസ് ഓർ പുരുഷോത്തം റായ് थे. അതിൽ പ്രത്യേകമായിട്ടും പൂർണോദാസ് എന്ന് പറയുന്ന ആളും പുരുഷോത്തം റായും ഉണ്ടായിരുന്നു. അവരെ എന്തുകൊണ്ടാണ് എടുത്തു പറയുന്നത് അത് നമുക്ക് ഇനി നോക്കാം. സുഭാഷ് ബാബു കെ ജുലൂസ് കാ ഭാർ പൂർണോദാസ് പർ ഥാ. സുഭാഷ് ബാബു എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസ് തന്നെയാണ് ഇവിടെ. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആ പ്രൊസഷൻ, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ പ്രൊസഷൻ്റെ ഏർപ്പാട്, അതിനെ പറ്റിയിട്ടുള്ള അതിനെ അറേഞ്ച് ചെയ്യാനുള്ള മുഴുവനും ഉത്തരവാദിത്തം പൂർണോദാസിനായിരുന്നു. ഭാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം പൂർണോദാസിനായിരുന്നു. പർ യഹ് പ്രബന്ധ് കർ ചുക്കാത്ത, എന്നാൽ ഈ ഏർപ്പാട്, ഈ അറേഞ്ച്മെൻ്റ് ഒക്കെ അദ്ദേഹം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്, പൂർണോദാസിനെ അവർ പിടിച്ചുകൊണ്ടുപോയി അല്ലേ. അപ്പോൾ അവർ പിടിച്ചുകൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ, അഥവാ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞ പ്രകാരം അതിനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ത്രീ സമാജ് അപ്നി തയ്യാറിമേ ലഗാത്ത. സ്ത്രീ സമൂഹം അഥവാ സ്ത്രീകളുടെ ഗ്രൂപ്പും അവരവരുടെ തയ്യാറെടുപ്പിൽ ആയിരുന്നു. जगह जगह से स्त्रियां अपनी जुलूस निकालने की तथा ठीक स्थान पर पहुंचने की कोशिश कर रही थी. ഓരോ സ്ഥലത്തു നിന്നും സ്ത്രീകൾ അവരവരുടെ ജുലൂസ് അഥവാ പ്രൊസഷൻ, ജാഥ, അത് പുറപ്പെടുന്നതിനും പിന്നെ ടീക് സ്ഥാൻ പർ പഹുഞ്ചിനേക്ക്, ശരിയായ സ്ഥലത്ത് എത്തിച്ചേരാനും ഉള്ള പ്രയത്നത്തിൽ ആയിരുന്നു. ഏത് സ്ഥലത്താണ് ഇവർക്ക് എത്തിച്ചേരേണ്ടത്? ആ സ്മാരകത്തിൻ്റെ താഴെ അല്ലേ, ആ മോണ്യുമെൻറ്റിൻ്റെ താഴെ അവരുടെ സഭ കൂടുന്ന സ്ഥലത്ത് അവർക്ക് എത്തിച്ചേരണം. അപ്പോൾ അവിടേക്ക് ഉള്ള തയ്യാറെടുപ്പായിരുന്നു, എത്താനുള്ള തയ്യാറെടുപ്പായിരുന്നു എല്ലാവരും. മോണ്യുമെന്റ് കെ പാസ് ജൈസാ പ്രബന്ധ് ഭോർ में था वैसा करीब 1 बजे नहीं रहा. ആ മോണ്യുമെൻറ്റിൻ്റെ അടുത്ത് രാവിലെ എങ്ങനെയുള്ള അറേഞ്ച്മെൻ്റ് ആയിരുന്നു അതുപോലെ ഏകദേശം ഉച്ചയോടെ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ അർത്ഥം രാവിലെ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു അല്ലേ, അതുപോലെ ഉച്ചയോടെ കാണപ്പെട്ടില്ല, കുറച്ച് അയഞ്ഞു തോന്നി അതിൻ്റെ അർത്ഥം. ഇസ്സെ ലോഗോं को आशा होने लगी कि शायद पुलिस अपना रंग ना दिखलावे. ഇത് കണ്ടതിന് ശേഷം ജനങ്ങൾക്ക് എന്ത് തോന്നി തുടങ്ങി, ഒരു പക്ഷേ പോലീസ് തനി നിറം കാണിക്കില്ല. അപ്ന റംഗ് ദിഖാന എന്ന് വെച്ചാൽ തനി നിറം കാണിക്കുക, അതിൻ്റെ അർത്ഥം ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ട് രാവിലെ എല്ലാവരെയും തടഞ്ഞു നിർത്തുന്നുണ്ടായിരുന്നില്ല, അതുപോലെ കാണിക്കില്ല എന്ന് തോന്നി. പർ വഹ് കബ് റുക്നെ വാലി തി.
എന്ത് തന്നെ ആയാലും ജനങ്ങൾ അവിടെ പറഞ്ഞാൽ അവരെന്തായാലും തയ്യാറായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. 3 ബജെ സേ ഹി മൈതാൻ മേ ഹസാറോ ആദ്മിയോ കി ഭീഡ് ഹോനെ ലഗി. 3 മണിയോടെ ആ മൈതാനത്തിൽ ആയിരക്കണക്കിന് ആൾക്കാരുടെ പിന്നെ തിരക്ക് തുടങ്ങി. ലോഗ് ടോലിയോ ബനാക്കർ മൈതാൻ മേ ഘൂമനെ ലഗെ. ടോലിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ്, സമൂഹം, ആൾക്കാർ ഗ്രൂപ്പായിട്ട് അവിടെ എല്ലാം ആ മൈതാനത്തിൽ കറങ്ങി നടക്കാൻ തുടങ്ങി. ആജ് ജോ ബാത് ഥി വഹ് നിരാലി ഥി. ഇന്ന് എന്ത് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു അവിടെ, അത് വളരെ നിരാലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ അനോഖ അല്ലെങ്കിൽ സ്ട്രെയിഞ്ച്. അതിൻ്റെ അർത്ഥം വളരെ നല്ലതായിരുന്നു എന്ന് പറയാം. അതിൻ്റെ അർത്ഥം ഇന്നെന്ന് പറയുന്നത് ഏത് ദിവസമാണിത്? 26 ജനുവരി 1931 ദിവസത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അത് വളരെ വ്യത്യസ്തമായിരുന്നു. जब से कानून भंग का काम शुरू हुआ है तब से आज तक इतनी बड़ी सभा ऐसे मैदान में नहीं की गई थी. എപ്പോൾ മുതൽ കാനൂൻ ഭംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂൾസ് വയലേറ്റ് ചെയ്യുക, പറഞ്ഞാൽ നമ്മൾ അനുസരിക്കാതിരിക്കുക. അതിൻ്റെ അർത്ഥം ബ്രിട്ടീഷേഴ്സ് പറയുന്നത് നമ്മൾ അനുസരിക്കാതിരിക്കുക, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോൾ തൊട്ട് തുടങ്ങിയോ നമ്മൾ അവരെ അനുസരിക്കാതെ പറഞ്ഞാൽ നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടുകയാണ്. അതാണ് തപ്സെ, അപ്പോൾ തുടങ്ങിയിട്ട് ആജ് തക് ഇതുവരെ ഇത്നി ബഡി സഭ ഇത്രയും വലിയ ഒരു സഭ ഏസേ മൈതാൻ മേ നഹി കി ഗയി തി, ഇതുപോലൊരു മൈതാനത്തിൽ ഉണ്ടായിട്ടില്ല. और यह सभा तो कहना चाहिए कि ഓപ്പൺ ലടായി തി. ഇത് ഈ സഭ എന്താ പറയേണ്ടതിന്, ഒരു സഭ എന്നല്ല പറയുന്നത്, ഇതൊരു ഓപ്പൺ ലടായി ആയിരുന്നു, ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു വാർ അഥവാ യുദ്ധമായിരുന്നു. പറഞ്ഞാൽ നമ്മൾ ബ്രിട്ടീഷുകാരുടെ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു ഇതൊരു സഭ മാത്രമല്ല. പോലീസ് കമ്മീഷണർക്ക് നോട്ടീസ് നിക്കൽ ചുക്കാത്ത, പോലീസ് കമ്മീഷണറുടെ നോട്ടീസ് വന്നു കഴിഞ്ഞിരുന്നു. കി അമുക് ധാര കെ അനുസാർ കോയി സഭ നഹി ഹോ സക്തി. അമുക് എന്ന് വെച്ചാൽ സോ ആൻഡ് സോ എന്ന് പറയില്ലേ നമ്മൾ, ഈ വകുപ്പുകൾ അനുസരിച്ച്, ധാര എന്ന് വെച്ചാൽ വകുപ്പുകൾ അനുസരിച്ചിട്ട് അതനുസരിച്ച് കോയി സഭ നഹി ഹോ സക്തി, അങ്ങനെ ഒരു സഭയൊന്നും ഉണ്ടാക്കാൻ പാടില്ല, അങ്ങനെ ആൾക്കാർ കൂടാനൊന്നും പാടില്ല. ജോ ലോഗ് കാം കർനെ വാലേ തേ ഉൻ സബ്കോ ഇൻസ്പെക്ടറോ കെ ദ്വാര നോട്ടീസ് ഓർ സൂചന ദേ ദി ഗയി തി. അതിൽ വർക്ക് ചെയ്യുന്ന, അതിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാ ആൾക്കാർക്കും ഇൻസ്പെക്ടർ നോട്ടീസ് കൊടുത്തു, സൂചന ഇൻഫർമേഷനൊക്കെ കൊടുത്തു. കി ആപ് യദി സഭ മേ ഭാഗ് ലേങ്കെ തോ ദോഷി സമझे जाएंगे. നിങ്ങൾ ഈ സഭയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾ ദോഷിയായിട്ട്, നിങ്ങൾ തെറ്റുകാരനായിട്ട് എടുക്കും. इधर कौंसिल की तरफ से നോട്ടീസ് നിക്കൽ 4:24 पर ജെണ്ട ഫഹരായ ജായേഗ. ഇവിടെ കൗൺസിലിൻ്റെ സൈഡിൽ നിന്ന് നോട്ടീസ് ഇഷ്യൂ ചെയ്തു. കൗൺസിൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ സഭ ഓർഗനൈസ് ചെയ്ത ആൾക്കാർ, ഈ സഭയുടെ ആൾക്കാരെ ഓർഗനൈസേഴ്സാണ് കൗൺസിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അവിടെ ഇൻസ്പെക്ടർ എന്താ ചെയ്തത്? ഇതിൻ്റെ എതിരായിട്ട് അവിടെ നോട്ടീസ് കൊടുത്തു. നേരെ മറിച്ച് കൗൺസിലുള്ളവരെന്താണ്, അവർ നോട്ടീസ് ഇഷ്യൂ ചെയ്തത് എന്താണ്? കറക്റ്റ് 4:24 മോന്യൂമെൻറ്റിക്ക് നീച്ചെ, മോന്യൂമെൻറ്റിൻ്റെ താഴെയായിട്ട് 4:24 पर 4:24 ജെണ്ട ഫഹരായ ജായേഗ, ഫ്ലാഗ് ഹോസ്റ്റിംഗ് നടക്കും, ഫ്ലാഗ് ഉയർത്തും, എങ്ങനെയും ഉയർത്തും എന്ന് പറഞ്ഞു. തഥാ സ്വതന്ത്രത കി പ്രതിജ്ഞ പഠി ജായേഗി. എന്നിട്ട് സ്വതന്ത്രതയുടെ പ്ലഡ്ജ്, പ്രതിജ്ഞ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലഡ്ജ് വായിക്കും എന്ന് പറഞ്ഞു. ഈ ഫെഹരാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് കേട്ടോ. ഫെഹരാന എന്ന് വെച്ചാൽ ഹോയിസ്റ്റിംഗ്. ഞാനിതിൻ്റെ മുമ്പിലെല്ലാം ഫ്ലാഗ് വച്ചു എന്ന് പറഞ്ഞ പോലെയാണ് ഓർമ്മ, പറഞ്ഞാൽ ഉയർത്തി വെച്ചു എന്നതിൻ്റെ അർത്ഥം. സർവ്വസാധാരൺ की उपस्थिति होनी चाहिए. സർവ്വസാധാരൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണത്തെ ആൾക്കാർ, സഭി ആം ലോഗ്, ആം ജനത എന്ന് പറയാം. സർവ്വസാധാരണമായിട്ടുള്ള സാധാരണ ആൾക്കാരുടെ ഉപസ്ഥിതി ഹോനി ചാഹിയെ, പ്രസൻസ് അവിടെ വേണം. സാധാരണ ആൾക്കാരെല്ലാവരും അവിടെ വേണം എന്നതിൻ്റെ അർത്ഥം. ഖുല ചാലഞ്ച് ദേക്കർ ऐसी സഭ പെഹലെ നഹി കി ഗയി തി. ഖുല ചാലഞ്ച്, ഓപ്പൺ ആയിട്ട് ചാലഞ്ച് കൊടുക്കണം അവർ, ചാലഞ്ച് കൊടുത്ത് പറഞ്ഞു ഇതുപോലെ ഒരു സഭ ഇതിൻ്റെ മുമ്പേ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നതായിരിക്കണം. പറഞ്ഞാൽ അതുപോലെ എല്ലാവരും ഉപസ്ഥിതി, എല്ലാവരുടെയും പ്രസൻസ് ഇവിടെ ഉണ്ടാവണം. ठीक 4:10 पर സുഭാഷ് ബാബു ജുലൂസ് ലേക്കർ ആയേ. സുഭാഷ് ബാബു എന്ന് വെച്ചാൽ സുഭാഷ് ചന്ദ്രബോസ് തന്നെയാണ്. കറക്റ്റ് 4:10 അവരുടെ പ്രൊസഷൻ ആൾക്കാരോടുകൂടി അവിടെ എത്തി. ഉൻകോ ചോരങ്കി പർ ഹി റോക്ക ഗയ. അദ്ദേഹത്തിനെ, ചോരങ്കി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു സ്ഥലമാണ്, ആ സ്ഥലത്ത് തന്നെ അദ്ദേഹത്തിനെ തടഞ്ഞു നിർത്തി. പർ ഭീഡ് കി അധിക്ത കെ കാരൻ പോലീസ് ജുലൂസ് കോ റോക്ക് നഹി സക്കി. എന്നാൽ വളരെയധികം ക്രൗഡ് ആയതിനാൽ, അതിൻ്റെ കാരണത്താൽ, പറഞ്ഞാൽ ഭീഡ് കി അധിക്ത, ഭീഡ് എന്ന് വെച്ചാൽ തന്നെ ക്രൗഡ്, തിരക്കാണ്. പറഞ്ഞാൽ ആ തിരക്കിൻ്റെ ഇനിയും കൂടുതൽ ആയതിൻ്റെ കാരണത്താൽ പോലീസ് ആ ജുലൂസിനെ ഒന്നും തടയാൻ കഴിഞ്ഞില്ല. മൈതാൻ കെ മോഡ് പർ പहुंचते ही പോലീസിനെ ലാഠിയാൻ ചലാനി ശുരു കർ ദി. ആ മൈതാനത്തിൻ്റെ തിരിവിൽ, ആ വളവിൽ അവിടെ ടേണിങ്ങിൽ എത്തിയതും
പോലീസ് ലാട്ടി വീശാൻ തുടങ്ങി. ബഹുത് ആദ്മി ഘായൽ ഹുയെ, കുറേ ആൾക്കാർക്ക് പരിക്കേറ്റു. സുഭാഷ് ബാബു പർ ഭി ലാട്ടിയാൻ പടി, സുഭാഷ് ചന്ദ്രബോസിൻ്റെ മേലെയും ആ ലാട്ടിയെല്ലാം തട്ടി. സുഭാഷ് ബാബു ബഹുത് ജോറോ സെ വന്ദേ മാതരം ബോൾ രഹേ തേ, അപ്പോൾ സുഭാഷ് ബാബു വളരെ ഉച്ചത്തിൽ വന്ദേ മാതരം എന്ന് പറയാൻ തുടങ്ങി. ജ്യോതിർമയ് ഗാംഗുലിനെ സുഭാഷ് ബാബു സെ കഹ ആപ് ഇധർ ആ ജായിയേ, അപ്പോൾ ജ്യോതിർമയി ഗാംഗുലി എന്ന് പറഞ്ഞ ഒരാൾ സുഭാഷ് ബാബുവിൻ്റെ അടുത്ത് പറഞ്ഞു താങ്കൾ ഇങ്ങോട്ട് വരൂ. പർ സുഭാഷ് ബാബു കഹ ആകെ ബഡ്നാ ഹെ, അപ്പോൾ സുഭാഷ് ബാബു എന്താ പറഞ്ഞ ഇല്ല മുന്നോട്ട് തന്നെ പോകണം എന്ന് പറഞ്ഞു. യഹ് സബ് തോ അപ്നി സുനി ഹുയി ലിഖ് രഹേ ഹെ, ഇവിടെ അപ്നെ എന്ന് പറയുന്നത് എന്താണ്, റൈറ്റർ സ്വയം പറയുന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ റൈറ്റർ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം കേട്ടതാണ്. അപ്പോൾ സുനി ഹുയി ലിഖ് രഹേ ഹെ, കേട്ട കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്, ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം. पर സുഭാഷ് ബാബു का और अपना विशेष फासला नहीं था, എന്നാൽ സുഭാഷ് ബാബുവും റൈറ്ററും നിൽക്കുന്ന സ്ഥലം തമ്മിൽ അധികം ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നില്ല, അധികം ദൂരം ഉണ്ടായിരുന്നില്ല. പറഞ്ഞാൽ സുഭാഷ് ബാബു നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അടുത്ത് തന്നെയാണ് ലേഖകൻ നിൽക്കുന്നുണ്ടായിരുന്നത് എന്നർത്ഥം. പറഞ്ഞാൽ 4:24 ടൈം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4:10 ആവുന്ന സമയത്താണ് സുഭാഷ് ബാബു അവിടെ അതിൻ്റെ കുറച്ച് മുമ്പായിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിയത്. പിന്നെ അവിടുന്ന് ആ ടേണിങ്ങിലെത്തി. പിന്നെ ആ സഭ കൂടുന്ന സ്ഥലത്ത്, അതിൻ്റെ അർത്ഥം മോണ്യുമെൻറ്റിൻ്റെ താഴെയായിട്ടുള്ള സ്ഥലത്ത് ഇനിയും എത്തിയിട്ടില്ല അല്ലേ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് സുഭാഷ് ബാബുവിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു ലേഖകനും നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ കുറച്ചുകൂടി ദൂരെയുള്ള കാര്യങ്ങളാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊന്നും കണ്ടിട്ടില്ല. പക്ഷേ സുഭാഷ് ബാബു ബഡെ ജോർ സെ വന്ദേ മാതരം ബോൾത്തെ തേ യഹ് അപ്നി ആങ്ക് സെ ദേഖ, സുഭാഷ് ബാബു വളരെ ഉച്ചത്തിൽ വന്ദേ മാതരം എന്ന് പറയുന്നുണ്ടായിരുന്നു, അത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്നാണ് റൈറ്റർ പറയുന്നത്. പോലീസ് ഭയാനക് രൂപ് സെ ലാട്ടിയാൻ ചലാ രഹി തീ, പിന്നെ എന്തൊക്കെയാണ് കണ്ടത് റൈറ്റർ, പോലീസ് വളരെ ഭയാനകമായിട്ട് ലാട്ടി വീശുന്നുണ്ടായിരുന്നു. ഷിദീഷ് ചാറ്റർജി കാ ഫട്ടാ ഹുവാ സിർ ദേക്കർ തഥാ ഉസ്കാ ബഹതാ ഹുവാ ഖൂൻ ദേക്കർ ആങ്ക് മിച്ച് ജാത്തി തീ, ഷിദീഷ് ചാറ്റർജി എന്ന് പറയുന്ന ഒരാളുടെ പൊട്ടിയ തല, അതിൽ നിന്ന് രക്തം ഒഴുകുന്നുണ്ടായിരുന്നു, ബ്ലഡ് ഒഴുകുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് എന്താണ് ആങ്ക് മിച്ച് ജാത്തി തീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കാൻ പറ്റില്ലായിരുന്നു, കാണാൻ കഴിയില്ലായിരുന്നു എന്ന്. ആങ്കെ ചുപ്പാന എന്ന് പറയാം. പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ കുറച്ച് പേടി പോലെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ണ് വേഗം പൊത്തില്ലേ, കണ്ണടക്കില്ലേ, അതാണ് പറയുന്നത് ആങ്ക് മിച്ച് ജാത്തി തീ, കണ്ണടച്ചു പോകും. ഇതർ യഹ് ഹാലത്ത് ഹോ രഹി തീ കി, ഇവിടെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ്, സുഭാഷ് ബാബുവിന് അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ. ഉധർ സ്ത്രീയ മോന്യുമെൻറ്റ് കി സീഡിയോ പർ, എന്നാൽ അവിടെയാണെന്നുണ്ടെങ്കിലോ സ്ത്രീകൾ ആ മോന്യുമെൻറ്റിൻ്റെ ആ സ്റ്റെപ്പിലെല്ലാം കയറി ചട് ജണ്ട ഫെഹ്റാ രഹി തീ, കൊടി ഉയർത്തുന്നുണ്ടായിരുന്നു. ഓർ ഘോഷണ പഡ് രഹി തീ, ആ ഘോഷണ ആ ഡിക്ലറേഷനൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു. സ്ത്രീയാം ബഹുത് ബഡി സംഖ്യാമേ പहुंच गई थी, സ്ത്രീകൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പ്രായഹ സബ്കെ പാസ് ജണ്ടാ താ, എല്ലാവരുടെ കയ്യിലും ഏകദേശം എല്ലാവരുടെ കയ്യിലും ഫ്ലാഗും ഉണ്ടായിരുന്നു. ജോ വളണ്ടിയർ ഗയേ थे വേ അപ്നെ സ്ഥാൻ സെ ലാട്ടിയാൻ പടനെ പർ ബി ഹട്ടെ നഹി തേ, വളണ്ടിയർമാർ പോയവരെല്ലാം അവർ ലാട്ടികൾ അവരുടെ മേലെ തട്ടിയിട്ടും കൂടി അവരവരുടെ സ്ഥാനത്ത് നിന്നും മാറിയില്ല. सुभाष बाबू को पकड़ लिया गया और गाड़ी में बैठाकर लाल बाजार लॉकअप में भेज दिया गया. സുഭാഷ് ബാബുവിനെ പിടിച്ചു, എന്നിട്ട് വണ്ടിയിലിരുത്തി ലാൽ ബജാർ, ഒരു സ്ഥലത്തിൻ്റെ പേരാണ്, അവിടുത്തെ ലോക്കപ്പിലേക്ക് അയച്ചു. കുച്ച് ദേർ ബാദ് ഹി സ്ത്രീയാൻ ജുലൂസ് ബനാക്കർ വഹാസെ ചലി, പിന്നെ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം സ്ത്രീകൾ അവിടുന്ന് ജുലൂസ് ഉണ്ടാക്കി പ്രൊസഷൻ ജാഥയായിട്ട് അവിടുന്ന് പുറപ്പെട്ടു. സാത്ത് മേ ബഹുത് ബഡി ഭീഡ് ഇക്കട്ടി ഹോ ഗയി, അതിൻ്റെ കൂടെ ഒരുപാട് വലിയ ഒരു തിരക്ക് അതിൻ്റെ കൂടെയും ഉണ്ടായിരുന്നു. ബീച്ച് മേ പോലീസ് കുച്ച് ഠണ്ടി പടി തീ, അതിനിടയിൽ പോലീസ് കുറച്ച് അയവായിരുന്നു അവർ. ഠണ്ടി പടി തീ എന്ന് വെച്ചാൽ കുറച്ച് തണുത്തുപോയി. ഉസ്നെ ഫിർ ഡണ്ഡെ ചലാന ശുരു കർ ദിയെ, പിന്നെയും അവർ വടി വീശാൻ തുടങ്ങി. അബ് കി ബാർ ഭീഡ് ജ്യാദാ ഹോനെ കെ കാരൻ ബഹുത് ആദ്മി ഘായൽ ഹുയെ, ഇപ്പോൾ തിരക്ക് കുറച്ച് കൂടുതലായി, അതിൻ്റെ കൂടെ ഇനിയും കുറേ ആൾക്കാർ കൂടി എന്ന് പറയുന്നില്ലേ. അപ്പോൾ തിരക്ക് കുറച്ച് കൂടുതലായത് കൊണ്ട് എന്താണ്, വടി വീശുന്ന സമയത്ത് ആൾക്കാരുടെ മേലെയെല്ലാം തട്ടില്ല, അപ്പോൾ ആൾക്കാർക്ക് ഘായൽ ഹുയെ, പരിക്കേൽക്കാൻ തുടങ്ങി. ധർമ്മത്തല്ലേക്ക് മോഡ് പർ ആക്കർ ജുലൂസ് ടൂട്ട് ഗയ, ധർമ്മത്തല്ലെ അതൊരു സ്ഥലത്തിൻ്റെ പേരാണ്, അവിടുത്തെ ആ ടേണിങ്ങിൽ, മോഡ് എന്ന് വെച്ചാൽ ടേണിങ്ങിൽ വന്നിട്ട് ജുലൂസ് ടൂട്ട് ഗയ, ആ പ്രൊസഷൻ ബ്രേക്കായി. ഓർ കരീബ് 50-60 സ്ത്രീയാ വഹി മോഡ് പർ ബാറ്റ് ഗയി, ഏകദേശം 50-60ഓളം സ്ത്രീകൾ ആ ടേണിങ്ങിൽ തന്നെ ഇരുന്നു.
പോലീസ് ने उनको पकड़कर लाल बाजार भेज दिया. പോലീസ് അവരെ എല്ലാം പിടിച്ച് ലാൽ ബജാറിലേക്ക് അയച്ചു. സ്ത്രീയോं का एक भाग आगे बढ़ा जिसका नेतृत्व विमल प्रतिभा कर रही थी. സ്ത്രീകളുടെ ഒരു പോർഷൻ, ഒരു ഭാഗം സ്ത്രീകൾ, ഒരു ഗ്രൂപ്പ് സ്ത്രീകൾ മുന്നോട്ട് പോയി. ജിസ്ക നേതൃത്വം, അതിൻ്റെ നേതൃത്വം കൊടുക്കുന്നുണ്ടായിരുന്നത് വിമൽ പ്രതിഭ ആയിരുന്നു. ഉൻകോ ബഹു ബാജാർ കെ മോഡ് പർ റോക്കാ ഗയ. പിന്നെ ഇവർ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ഇവരെ ബഹു ബാജാർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതിൻ്റെ ആ ടേണിങ്ങിൽ അവരെയും തടഞ്ഞു നിർത്തി. ഓർ വേ വഹി മോഡ് പർ ബാറ്റ് ഗയെ. ആ തടഞ്ഞു നിർത്തി അതേ സ്ഥലത്ത് അവരവിടെ ഇരുന്നു. ആസ്പാസ് ബഹുത് ബഡി ഭീഡ് ഇക്കട്ടി ഹോ ഗയി. അതിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ഒരുപാട് ക്രൗഡ് ആയി, ഒരുപാട് ആൾക്കാർ കൂടി അവിടെ. ഇക്കട്ടി ഹോ ഗയി പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കൂടി അവിടെ. ജിസ് പർ പോലീസ് ബീച്ച് ബീച്ച് മേ ലാട്ടി ചലാത്തി തീ. അവിടെ പോലീസ് ഇടയിലിടയിൽ ലാട്ടി വീശിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. इस प्रकार करीब पौने घंटे के बाद पुलिस की लारी आई और उनको ലാൽ ബജാർ ലേ ജായ ഗയ. ഈ പ്രകാരം ഏകദേശം 45 മിനിറ്റിൻ്റെ ശേഷം, 3/4 മണിക്കൂർ, പോൻ ഘണ്ട എന്ന് വെച്ചാൽ കേട്ടോ, 45 മിനിറ്റ്. അതിൻ്റെ ശേഷം പോലീസിൻ്റെ ലോറി വന്നു. ഇവരെ എല്ലാവരെയും അതിൽ കയറ്റി ലാൽ ബജാറിലേക്ക് കൊണ്ടുപോയി. സ്ത്രീകൾ അവിടെ ആ ടേണിങ്ങിൽ തന്നെ ഇരുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവരെയൊക്കെയാണ് ഇപ്പോൾ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയിരിക്കുന്നത്. ഇതിൽ വെറുതെ മോഡ് എന്ന് പറയുന്നത്, ടേണിംഗ് എന്ന് പറയുന്നത് എന്താണ്, ആദ്യമേ പറഞ്ഞില്ലേ, ഒരു റോഡ് ഉണ്ടാവും, ഇപ്പോൾ കുറച്ച് ദൂരം ഉണ്ടാവും, പിന്നെ അത് എവിടേക്കെങ്കിലും ടേൺ എടുക്കുമല്ലോ, അങ്ങോട്ടോ ഇങ്ങോട്ടോ എവിടേക്കെങ്കിലും. അപ്പോൾ ഓരോ ടേണിങ്ങിലും ഇവർ പോലീസിനെ നിർത്തിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതാണ് പറയുന്നത്. और भी कई आदमियों को पकड़ा गया. പിന്നെ ഈ സ്ത്രീകളെ മാത്രമല്ല, പിന്നെയും കുറേ ആൾക്കാരെ പിടിച്ചു കൊണ്ടുപോയി. ബ്രിജ്ലാൽ ഗോയിൻക ജോ കൈ ദിൻ സെ അപ്നെ സാത്ത് കാം കർ രഹാ താ. ബ്രിജ്ലാൽ ഗോയിൻക എന്ന് പറഞ്ഞ ഒരാൾ, ഫ്രീഡം ഫൈറ്റർ എന്ന് പറയാം, അവരും ഈ ലേഖൻ്റെ കൂടെ, അപ്നെ സാത്ത് എന്ന് ഉദ്ദേശിക്കുന്നതാണ് റൈറ്ററിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. ഓർ ദംദം ജയിൽ മേം ബി അപ്നെ സാത്ത് താ. ദംദം ഒരു ജയിലിൻ്റെ പേരാണ്. അപ്പോൾ ആ ജയിലിലും റൈറ്ററിൻ്റെ കൂടെ തന്നെ ആയിരുന്നു ബ്രിജ്ലാൽ ഗോയിൻക എന്നാണ് പറയുന്നത്. പക്കടാ ഗയ, അവരെയും പിടിച്ചു. पहले तो वह झंडा लेकर वंदे मातरम बोलता हुआ मॉन्यूमेंट की ओर इतने जोर से दौड़ा कि ആദ്യം അദ്ദേഹം ആരാണ്, ബ്രിജ്ലാൽ ഗോയിൻക, झंडा लेकर, കൊടി കൊണ്ട്, ഫ്ലാഗും കൊണ്ട്, വന്ദേ മാതരം എന്ന് പറഞ്ഞുകൊണ്ട് ആ മോന്യൂമെൻറ്റിൻ്റെ അടുത്തേക്ക് വളരെ പിന്നെ സ്പീഡിൽ ഓടി. അപ്പനെ ആപ്പ് ഹി ഗിർപട. പക്ഷേ അപ്പം എന്താണ്, അദ്ദേഹം അവിടെ വീണു. ഓർ ഉസെ ഏക് അംഗ്രേസി ഗുഡ് സവാറിനെ ലാട്ടി മാറി ഓർ ഫിർ പക്കഡ്കർ കുച്ച് ദൂർ ലേ ജാനെ കെ ബാദ് ചോड़ दिया. അദ്ദേഹം അവിടെ വീണ സമയത്ത് കുതിരപ്പുറത്തിരിക്കുന്ന ഒരു ബ്രിട്ടീഷർ ലാട്ടി കൊണ്ട് അദ്ദേഹത്തിനെ അടിച്ച് കുറേ ദൂരം കൊണ്ടുപോയി അവിടെ വിട്ടു. എന്നിട്ട് ഇസ് പർ വഹ സ്ത്രീയോं के जुलूस में शामिल हो गया. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്, അവിടെ സ്ത്രീകളുടെ ജുലൂസ് ഉണ്ടായിരുന്നു, അവരുടെ കൂടെ കൂടി, അതിൽ ഇൻവോൾവ് ആയി. പിന്നെന്താ ചെയ്തത്, ഓർ വഹാ പർ ബി ഉസ്കോ ചോട് ദിയ. അവിടെയും അദ്ദേഹത്തിനെ വിട്ടുകളഞ്ഞു. തബ് വഹ 200 ആദ്മിയോं का ജുലൂസ് ബനാക്കർ ലാൽ ബജാർ ഗയ. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്, 200 ആൾക്കാരുടെ ഒരു ജുലൂസ് ഉണ്ടാക്കി ലാൽ ബജാറിലേക്ക് പോയി. പറഞ്ഞാൽ ലാൽ ബജാറിലേക്കല്ലേ ഇവരെല്ലാം കൊണ്ടുപോയിരിക്കുന്നത്, അവിടേക്ക് പോയി. ഓർ വഹാ പർ ഗിരഫ്താർ ഹോ ഗയ. അവിടെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു അവർ. മദാലസ ബി പക്കടി ഗയി തി. മദാലസയെയും പിടിച്ചിട്ടുണ്ടായിരുന്നു. മദാലസ ആരാണ്, ജംനാലാൽ ബജാജ് ഓർ ജാനകി ദേവി കി പുത്രി കാ നാം ഹെ എന്ന് പിന്നാലെ കൊടുത്തിട്ടുണ്ട്. ബജാജ് കമ്പനി കേട്ടിട്ടില്ലേ, ബജാജിൻ്റെ ഫൗണ്ടറാണ് ജംനാലാൽ ബജാജ്. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇവരെല്ലാം ഈ മൂവ്മെൻറ്റിൽ പങ്കെടുത്ത ആൾക്കാരായിരുന്നു. ഉസ്സെ മാലൂം ഹുവാ കി ഉസ്കോ താനെ മേം ബി മാറാത്ത. അപ്പോൾ ഈ മദാലസയെ പിടിച്ചുകൊണ്ടുപോയി പറഞ്ഞില്ലേ, അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു അവരെ പോലീസ് സ്റ്റേഷനിലും അടിച്ചിട്ടുണ്ടായിരുന്നു. സബ് മിലാക്കർ 105 സ്ത്രീയാ പക്കടി ഗയി തി. എല്ലാം കൂടിയിട്ട് മൊത്തത്തിൽ 105 സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോയിരുന്നു. ബാദ് മേ രാത് കോ 9 ബജെ സബ്കോ ചോड़ दिया गया. പിന്നീട് രാത്രി 9 മണിക്ക് ഇവരെ എല്ലാവരെയും വിട്ടയച്ചു. അപ്പോൾ ഇവർ സ്ത്രീകളെയും അടിച്ചിട്ടുണ്ടായിരുന്നു എന്നർത്ഥം. കൽക്കത്ത മേ ആജ് തക് ഇത്തിരി സ്ത്രീയ ഏക് സാത്ത് ഗിരഫ്താർ നഹി കി ഗയി തി. കൽക്കത്തയിൽ ഇന്നേ വരെ ഇത്രയധികം സ്ത്രീകളെ ഒരുമിച്ചതുപോലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കരീബ് 8 ബജെ ഖാദി ഭണ്ഡാർ ആയത്തോ. ഏകദേശം 8 മണിയോടെ ഖാദി ഭണ്ഡാർ എന്ന സ്ഥലത്ത് വന്ന സമയത്ത് കോൺഗ്രസ് ഓഫീസ് സെ ഫോൺ ആയാക്കി യഹാ ബഹുത് ആദ്മി ചോട്ട് കാക്കർ ആയേ ഹെ. കോൺഗ്രസ് ഓഫീസിൽ നിന്ന് ഫോൺ വന്നു, ഇവിടെ കുറേ ആൾക്കാർ പരിക്കേറ്റ് ഇഞ്ചുറായിട്ട് വന്നിട്ടുണ്ട്. और कई की हालत संगीन है. കുറേ ആൾക്കാരുടെ കണ്ടീഷൻ വളരെ മോശമാണ്, വളരെ സീരിയസ് ആണ്. ഉൻകെ ലിയെ ഗാഡി ചെയ്യേ. അവർക്ക് വണ്ടി വേണം. ജാനകി ദേവി കെ സാത്ത് വഹാ ഗയേ. ജാനകി ദേവിയുടെ കൂടെ അവിടെ പോയി. ബഹുത് ലോഗോं को चोट लगी हुई थी. കുറേ ആൾക്കാർക്ക് പരിക്ക് പറ്റിയിരുന്നു, ഇഞ്ചുർഡ് ആയിരുന്നു. ഡോക്ടർ ദാസ് ഗുപ്ത ഉൻകി ദേഖ് രേഖ് തഥാ ഫോട്ടോ ഉത്തർവാ രഹേ തേ. ഡോക്ടർ ദാസ് ഗുപ്ത അവരെ നോക്കുന്നുണ്ടായിരുന്നു, പിന്നെ അവരുടെ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു.
उस समय तक 67 ആദ്മി വഹാ ആ ചുക്കേ തേ. അപ്പോൾ വരയ്ക്കും ഏകദേശം 67 ആൾക്കാർ അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. എവിടെ? കോൺഗ്രസ് ഓഫീസിൽ. ബാദ് മേ തോ 103 തക് ആ പहुंचे. പിന്നെ പതുക്കെ പതുക്കെ എത്രയായി? 103 ആൾക്കാർ അവിടെ എത്തിച്ചേർന്നു. अस्पताल गए लोगों को देखने से मालूम हुआ कि 160 आदमी तो अस्पतालों में पहुंचे और जो लोग घरों में चले गए वे अलग है. अस्पताल जाके ഹോസ്പിറ്റൽ പോയി അവിടെ നോക്കിയ സമയത്ത് അറിയാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഏകദേശം 160 ആൾക്കാർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഹോസ്പിറ്റലിൽ. ഓർ ജോ ലോഗ് ഘറോ മേ ചലേ ഗയേ, പിന്നെ വീടുകളിൽ പോയത് വേറെ. ഏകദേശം 160 ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്, വീടുകളിൽ പോയ ആൾക്കാർ വേറെയും. ഇസ് പ്രകാർ 200 ഘായൽ ജറൂർ ഹുയേ ഹെ. അപ്പോൾ ഈ കണക്കൊക്കെ കൂടി നോക്കുന്ന സമയത്ത് എന്താ പറയുന്നത്, ഏകദേശം 200 ആൾക്കാരോളം പരിക്ക് പറ്റിയിട്ടുണ്ട്, ഇൻജേർഡ് ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്കടെ ഗയെ ആദ്മിയോ കി സംഖ്യ കാ പതാ നഹി ചല. പിടിച്ച് ആൾക്കാരുടെ സംഖ്യ, എത്ര ആൾക്കാരെ പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞില്ല. पर लाल बाजार के ലോക്കപ്പ് में സ്ത്രീയോं की संख्या 105 थी. ലാൽ ബജാറിലത്തെ ലോക്കപ്പിൽ 105 സ്ത്രീകൾ ഉണ്ടായിരുന്നു. ആജ് തോ ജോ കുച്ച് ഹുവ വഹ അപൂർവ ഹുവ. ആജ് എന്നുദ്ദേശിക്കുന്നത് ഏതാണ്? 26 ജാനുവരി 1931, അതാണ് ആജ്. അപ്പോൾ ഇന്ന് എന്ത് സംഭവിച്ചു, അത് ഒരു അപൂർവമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ബംഗാൾ കെ നാം യ കൽക്കത്ത കെ നാം പർ കളങ്ക് था कि ബംഗാൾ അല്ലെങ്കിൽ കൽക്കത്തയുടെ പേരിൽ ഒരു കളങ്കമായിരുന്നു. കളങ്കം എന്ന് പറഞ്ഞാൽ ഒരു ബദ്നാം എന്ന് പറയാം, പറഞ്ഞാൽ ഒരു ബ്ലെയിം ആയിരുന്നു. എന്താണത്? യഹാ കാം നഹി ഹോ രഹാ ഹെ. ഇവിടെ ഒന്നും സംഭവിക്കണില്ല, ഇവിടെ പണി ഒന്നും നടക്കണില്ല. കാം നഹി ഹോ രഹാ ഹെ, പണി നടക്കണില്ല. എന്ത് പണി നടക്കണില്ല എന്നാണ് പറയുന്നത്? സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സ്ട്രഗിൾ, പറഞ്ഞ സംഘർഷം ഇവിടെ നടക്കണില്ല എന്നൊരു ബ്ലെയിം ആയിരുന്നു, ഒരു കളങ്കമായിരുന്നു ബംഗാൾ അഥവാ കൽക്കത്തയുടെ മേലെ. വഹ ആജ് ബഹുത് അൻഷ് മേ ധുൽ ഗയ. ആ കളങ്കം കുറേയൊക്കെ ഇന്ന് ധുൽ ഗയ, കഴുകിക്കളഞ്ഞു, മായ്ച്ചു, കഴുകിപ്പോയി. അതിൻ്റെ അർത്ഥം എന്തൊക്കെയോ സംഭവിച്ചു തുടങ്ങി അല്ലേ? നമ്മളിപ്പോൾ ഈ കേട്ടതൊക്കെ എന്താണ്? സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ ചെയ്ത സംഘർഷങ്ങളാണ്, ആ സ്ട്രഗിൾ കുറേയൊക്കെ സംഭവിച്ചു തുടങ്ങി എന്നർത്ഥം. और लोग सोचने लग गए कि यहाँ भी बहुत सा काम हो सकता है. പിന്നെ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി, ആൾക്കാർ ആലോചിച്ച് തുടങ്ങി ഇവിടെയും എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ പറ്റും, പറഞ്ഞാൽ നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്. പറഞ്ഞാൽ ഇന്ത്യയിൽ പല ഭാഗത്തും പല ഇതുപോലത്തുള്ള സംഘർഷങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു, ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്നൊരു കളങ്കമായിരുന്നു. പക്ഷേ ഇന്നത് മാറി, ഇവിടെയും കുറേയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് ജനങ്ങൾക്കും എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.